വെൽക്കം ബാക്ക് ടു യെറ്റ് ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗായിട്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫാത്തിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ ബർത്ത്ഡേ അടുത്താകുമ്പോൾ അവൾക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യും, സർപ്രൈസ് കൊടുക്കുന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഞാനിപ്പോൾ അല്ലയിലാണ് ഉള്ളത്. ഞാൻ ഒരു മാസത്തേക്ക് UAE വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഷാർജയിലാണ്. അപ്പോൾ അവൾ എന്നെ പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലയിലേക്ക് നാളെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനൊരു ഹാമ്പറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഹാമ്പർ ഞാൻ ചെയ്യണം കുറച്ച് ഗിഫ്റ്റും കാര്യമൊക്കെ ഞാൻ മുംബൈയിൽ നിന്ന് വരുമ്പോൾ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഹാമ്പറായിട്ട് അത് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ പർച്ചേസിങ്ങിൽ പോയപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഓരോ ഗിഫ്റ്റ് വാങ്ങാൻ പോയത്. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ബർത്ത്ഡേ ഹാമ്പർ പാക്ക് ചെയ്യാൻ ഒരുമിച്ച് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ആൽഡോന്ന് ഈ ഒരു ബാഗാണ്. ഒരു ക്രീം ബേജ് ഗോൾഡ് മിക്സ് വരുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബാഗാണ്. ഭയങ്കര ഹാൻഡി ബാഗാണ്. ഒരു കണക്കായ ഒരു സ്പേസും കാര്യമൊക്കെ ഉള്ളത്. ഇതിൽ ആൽഡോന്നൊരു ബാഗ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആൽഡോ പോയ സമയത്ത് ഞാൻ അവൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഏത് ബാഗ് രസമെന്ന് ചോദിച്ചു. എനിക്ക് പേഴ്സണലി വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് അവൾ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു കളറും ഈ ഒരു ബാഗും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈ ഒരു ബാഗ് തന്നെ കൊടുക്കുക. കാരണം അവൾക്ക് ഇഷ്ടമായ ഒരു കളറും ഒരു മോഡലൊക്കെ ഇതായിരുന്നു എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടമായി. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും ആളുടെ ഒരു ബാഗ് വാങ്ങണം എന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈനോട്ട് അതെന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെ അവൾക്ക് ഈ ഒരു ബാഗ് വാങ്ങി. ആ സമയത്ത് എനിക്കൊരു കംപ്ലീറ്റ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു ബാഗാണ് വാങ്ങിയത് ആൽഡോന്ന്. അപ്പോൾ ഞാനിത് വാങ്ങിയ ശേഷം അവൾക്ക് ഞാൻ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ നല്ല രസമുണ്ട് എനിക്കും വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു ആൽഡോന്ന്. ഇൻഷാല്ലാ ഇങ്ങോട്ട് UAE വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോയിട്ട് എൻ്റെ ബാഗ് വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വന്നിട്ട് ഒരുമിച്ച് നോക്കിയിട്ട് നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സാധനം ഈ ബാഗ് എന്നല്ല ഏതൊരു സാധനം ഞാൻ എന്താണ് വാങ്ങുന്നത് അത് നമ്മൾ ഒരുമിച്ച് വാങ്ങിയിട്ട് യൂസ് ആക്കാറുണ്ട് ഏതൊരു പ്രൊഡക്റ്റും. അപ്പം അങ്ങനെ ഇതാണ് ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഫാത്തിക്ക് ഞാൻ വാങ്ങിയത്. അവൾ ആഗ്രഹിച്ച അവൾ പറഞ്ഞ കളറുള്ള ബാഗ്. ഓക്കെ, രണ്ടാമത് ഞാൻ വാങ്ങിയത് ഒരു ഗസ്സിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇതാണ് പെർഫ്യൂം. ഇത് നമുക്ക് ഫാത്തി വന്നിട്ട് ഹാമ്പർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പാക്ക് തന്നെ ഉള്ളത്, ഞാൻ ഇത് പൊട്ടിക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ ഹാമ്പർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ബാത്ത് ആൻഡ് ബോഡിയിൽ കുറച്ച് പ്രൊഡക്ട്സാണ്. ഒരു മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിയിട്ടുണ്ട്. 1000 വിഷസിൻ്റെ ഈ ഒരു ബോഡി ക്രീം വാങ്ങിന്. പിന്നെ 1000 വിഷസിൻ്റെ തന്നെ ബോഡി വാഷ്. പിന്നെ ഒരു 1000 വിഷസിൻ്റെ ഇത് മിസ്റ്റാട്ടോ, ഫ്രാഗ്രൻസ് മിസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ 3 സാധനമാണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് സ്മെല്ലാണ് ഇത് 1000 വിഷസിൻ്റെ. നമുക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് 1000 വിഷസിൻ്റെ. ആൻഡ് വൺ ഓഫ് ദെയർ മോസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റാണ് ബാത്ത് ആൻഡ് ബോഡീൻ്റെ 1000 വിഷസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ബർത്ത്ഡേക്ക് 1000 വിഷസ് ഫോർ ഹെർ കൊടുത്താൽ എന്തുകൊണ്ട്. ആ പേരും എനിക്ക് നല്ല ആപ്റ്റായിട്ട് തോന്നി, ബർത്ത്ഡേക്ക് പറ്റിയ 1000 വിഷസ്. ഇത് നമുക്ക് ഈ ഒരു ഹാമ്പർ പാക്ക് ചെയ്യണം. ഈ ഒരു ഹാമ്പർ അടക്കാമെന്ന് ഇതും വരുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെ ഇത് നല്ല വെള്ളത്തേക്ക് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ സ്റ്റിക്കായി കൊടുക്കാം. സോ ഞാനിത് സ്റ്റിക്കാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സ്റ്റിക്കാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ. സോ ഞാൻ ഈ ഒരു ഹാമ്പർ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി ചേഞ്ചസ് വേണമെങ്കിൽ ലാസ്റ്റ് വരുത്താമെന്ന് വെച്ചു. ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാഗ് ഇവിടെ ഓക്കെ. നീണ്ട 1 മണിക്കൂറിന് ശേഷം ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്.
ഇവിടെ ചെറിയൊരു നോട്ട്സും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഫാത്തി വിത്ത് ലവ് സെഫി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ കുഞ്ഞു നോട്ട്സും കാര്യമൊക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇതും നമുക്കിവിടെ വെക്കാം. ഇതിവിടെ ഞാൻ ഫ്രണ്ടിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ ഔട്ട്കം. സോ ഇതാണ് ഞാൻ സെറ്റാക്കിയ ഹാമ്പർ. പത്തൻകോടിൻ്റെ ഹാമ്പർ ബാക്കിൽ വെച്ചു. പിന്നെ ഒരു ഫ്ലവർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗ് ഇവിടെ വെച്ചു. പിന്നെ പെർഫ്യൂം ഇവിടെ വെച്ചു. അതിൻ്റെ അടുത്ത് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചു. പിന്നെ കുഞ്ഞു ബർത്ത്ഡേ കാർഡ് എഴുതി വെച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ഷീ വിൽ ലവ് ദിസ്. അവൾക്ക് ഓരോന്ന് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണേ. അതുപോലെ തന്നെ അവൾ സർപ്രൈസ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൾ പറഞ്ഞ ഓരോ കാര്യമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് എന്തായാലും അതൊരു സർപ്രൈസും കൂടി ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവൾ ആഗ്രഹിച്ചൊരു കാര്യം ഞാനത് വാങ്ങിയല്ലോ എന്നൊരു ഇത് ഷീ മൈറ്റ് ബി സർപ്രൈസ്ഡ്. അപ്പം ഐ എം സോ എക്സൈറ്റഡ്. നാളെ നമുക്ക് കാണാം. ഇൻഷാ അല്ലാ അവളുടെ റിയാക്ഷനും കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഹാളിൽ വെച്ചിട്ടുണ്ട്. സോ ഫാത്തി വന്നപാട് കാണുന്ന ആ ഒരു രീതിയിൽ അവിടെ വെച്ചിട്ടുള്ളത്. നിന്റെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഇവിടെ തന്നെ ഞാൻ കഴിക്കും. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഇതെന്ത് പരിപാടിയുടെ പരിപാടി അവസരം സോ അങ്ങനെ ഫാത്തി ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നുണ്ട് ഓരോ ഐറ്റംസ്. ഫസ്റ്റ് ഏത് തുറക്കുന്നത് ഫാത്തി? ഫസ്റ്റിന് ഫാത്തി പെർഫ്യൂം ഓപ്പൺ ആക്കുന്നത്. ഓപ്പൺ ആക്കൂ. കാണിച്ചൊരു പാക്കേജിങ്. നല്ലൊരു പെർഫ്യൂം കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇത് ഇത് സഫാങ്കാൻ്റെ വക കൊടുത്തതെന്ന്. ബാക്കി രണ്ടും ഞാൻ വാങ്ങിയാണ്. ഇത് സഫാങ്ക കൊടുത്തത്. തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള ബേജാറാ. ഇത് എനിക്ക് ഇഷ്ടമായി. ഇത് പറഞ്ഞ സാധനം. ഇത് ഇവള് ബാത്ത് ആൻഡ് ബോഡി പോയിട്ട് ഏതാ വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ഇവള് ഓരോന്ന് സ്മെല്ല് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ സാധനമായിരുന്നു. പക്ഷെ അന്നേരം അതിന് ഇവിടെ യുഎയിൽ വലിയ ഓഫേഴ്സ് ഉണ്ടായിട്ടോ, ഫുൾ റേറ്റ് അങ്ങനെ എന്തോ ഉണ്ടായത്. അങ്ങനെ അവള് വാങ്ങാണ്ട് നിന്ന സാധനം അതൊരു ഹാൻഡ് ജെൽ. ഇവൾക്ക് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഓള് ബ്ലാക്ക് എടുത്ത് വരുമ്പോൾ എനിക്ക് സർപ്രൈസ് ആക്കി. താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മളെ അൺബോക്സിങ്. അപ്പം നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് വ്ളോഗ് ഇവിടെ തീരുന്നു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്.